ദൈവനാമത്തിന് മഹത്വം. ദൈവഭക്തനായ ഒരു മനുഷ്യൻ വിശ്വാസത്തിലിരിക്കുന്നുവോ, അവൻ കൃപയിലായിരിക്കുന്നുവോ എന്നുള്ളതിനെ പരിശോധിച്ചറിയുവാൻ കർത്താവ് വെച്ചിട്ടുള്ള മാർഗങ്ങളിൽ ഒന്നാണ് അവൻ എപ്പോഴും സന്തോഷിക്കുന്നവനാണോ എന്നുള്ളത്. കാരണം ലോകത്തിലായിരുന്നപ്പോൾ നാനാവിധ ദുഃഖങ്ങളാൽ അവൻ ജീവിച്ചിരുന്നവനാണ്. എന്നാൽ കർത്താവിനെ അറിഞ്ഞ് കർത്താവിലേക്ക് വന്നപ്പോൾ അവന് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എന്നുള്ള കർത്താവിൻ്റെ വചനപ്രകാരം കഷ്ടങ്ങളും സങ്കടങ്ങളും എല്ലാം അധികമായിട്ടുണ്ട്. വളരെ വേദനകളുമുണ്ട്. കാരണം ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവനുവേണ്ടി കഷ്ടം അനുഭവിപ്പാനും നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു എന്നാണ് വചനം. അപ്പോൾ കഷ്ടങ്ങളും സങ്കടങ്ങളും അത് പൂർണ്ണമായിട്ട് ഈ ജഡത്തിൽ ജീവിക്കുന്ന കാലത്തോളം മാറുമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട. ആ ആഗ്രഹം നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ എത്തുന്നതുവരെയും സഫലമാകുകയില്ല. കാരണം കർത്താവിൻ്റെ സന്നിധിയിലാണ് സന്തോഷ പരിപൂർണത ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്, ഇത്രയെല്ലാം പ്രശ്നങ്ങളും കഷ്ടങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിക്കുന്ന ഒരു സന്തോഷം, അതാണ് രക്ഷയുടെ സന്തോഷം. രക്ഷയുടെ സന്തോഷം എന്ന് പറയുമ്പോൾ എന്താണ് രക്ഷ? മനുഷ്യൻ ആപത്തിലായിരുന്നു. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യൻ നിയമിച്ചിരുന്നു. അതുകൊണ്ട് മരണ ദുഃഖമുണ്ട്, ന്യായവിധിയുടെ ദുഃഖമുണ്ട്. അങ്ങനെ അനവധി ദുഃഖങ്ങളാൽ മനുഷ്യന്റെ ജീവിതം നിറഞ്ഞതാണ്. ലോകത്തിൽ ചിന്തിച്ചാൽ അവന് സന്തോഷിക്കത്തക്കതായി ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. കാരണം ശാശ്വതമായ ഒരു അനുഭവം ഒരു സന്തോഷത്തിനും ഒരു നന്മയ്ക്കും ഇല്ല എന്ന് നമുക്ക് ലോകത്തിൽ എവിടെ നോക്കിയാലും കണ്ടെത്താൻ കഴിയും. എന്നാൽ ഇതെല്ലാം ഉണ്ടായിരിക്കെ തന്നെ ഈ കാര്യങ്ങളെല്ലാം, നഷ്ടങ്ങളും കഷ്ടങ്ങളും എല്ലാം ഉണ്ടായിരിക്കെ തന്നെ അവൻ മരണത്തെയും പാതാളത്തെയും അതിജീവിക്കത്തക്കവണ്ണം ഒരു രക്ഷ നേടിയെടുക്കുമ്പോൾ അവനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം ഉദിച്ചു വരുന്നത് പ്രാണനിൽ നിന്നാണ്, അല്ലെങ്കിൽ ദേഹിയിൽ നിന്നാണ്. മനുഷ്യന് മൂന്ന് ഘടകങ്ങളുള്ളതിൽ ദേഹം, ദേഹി, ആത്മാവെന്ന് പറയുന്ന മൂന്ന് ഘടകത്തിൽ ദേഹിയിൽ നിന്ന് ഉദിച്ചു വരുന്നതാണ് സന്തോഷം, രക്ഷയുടെ സന്തോഷം. രക്ഷയുടെ സന്തോഷം പ്രാണനിൽ നിന്ന് ഉദിച്ചു വരുന്നതുകൊണ്ട് രക്ഷിക്കപ്പെട്ട പ്രാണൻ എപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആശ്വസിച്ചും സന്തോഷിച്ചും കൊണ്ടിരിക്കും. അങ്ങനെ അതിൽ നിന്ന് സന്തോഷം ഉയർന്നുകൊണ്ടുമിരിക്കും. അത് എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അതിനെ നീക്കിക്കളയാൻ സാധിക്കില്ല. ആ സന്തോഷം സ്ഥിരമായിരിക്കും. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കുന്നത് ആര്? ഉയരത്തിനോ ആഴത്തിനോ ദൂതന്മാർക്കോ ഈ ലോകത്തിലുള്ളതിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയർച്ചയ്ക്കോ താഴ്ചയ്ക്കോ ഒന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിപ്പാൻ സാധിക്കുകയില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, നമുക്ക് രക്ഷയിൽ കൂടി തന്നിരിക്കുന്ന ഈ സന്തോഷം ഇല്ലാതെയാക്കുവാൻ ശത്രുവിന് വിചാരിച്ചാൽ സാധിക്കുകയില്ല. അങ്ങനെ രക്ഷയുടെ സന്തോഷത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ എന്തെല്ലാം ഏതെല്ലാം കാര്യങ്ങൾ, പ്രതിസന്ധികൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ ഈ ഭാഗങ്ങൾ കൂടി ചിന്തിക്കുന്നത്. ഇപ്രകാരം ലഭിക്കുന്ന രക്ഷ, ആ രക്ഷയുടെ സന്തോഷം
അത് മനുഷ്യനിൽ നിലനിൽക്കണമെങ്കിലും പൂർത്തിയാകണമെങ്കിലും അതിന് ദൈവം തന്നിട്ടുള്ള മാർഗങ്ങളുണ്ട്. അതിലൊരു ഭാഗമാണ് നമുക്കിന്ന് ചിന്തിക്കാനുള്ളത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് ഒരുവൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കേട്ടത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. വീണ്ടും പറയുകയാണ്, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് ഒരുവൻ അടുത്തിരിക്കുന്നു. എപ്പോഴും സന്തോഷിക്കാൻ ആർക്ക് കഴിയും? എപ്പോഴും സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് തൻ്റെ ഐഹിക കാലത്ത് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ളവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അഭയാചന കഴിച്ചു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. യേശു ലോകത്തിലായിരുന്നപ്പോഴും ഏറ്റവും പരമ സന്തോഷത്തിലും ആനന്ദത്തിലുമാണ് കഴിച്ചു കൂട്ടിയിരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. എന്നാൽ യേശു ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ സന്തോഷിച്ചാണോ ജീവിച്ചിരുന്നത്? അതിന് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. ക്രിസ്തു തനിക്ക് വരാൻ പോകുന്ന ഒരു മഹാസന്തോഷം മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഈ ക്രൂശിലെ കഷ്ടങ്ങൾ സകലതും അനുഭവിച്ചതെന്ന് വചനം പറയുകയാണ്. ആ സന്തോഷമാണല്ലോ സഭയുമൊത്തുള്ള അവൻ്റെ സ്വർഗീയ യെരൂശലേമിലെ ജീവിതം. അതായത് സഭയുമൊത്തുള്ള ഈ ഭൂമിയിലെ രാജ്യത്വം, വാഴ്ച, ഇതൊക്കെ അവൻ്റെ മുമ്പിൽ കണ്ട സന്തോഷമായിരുന്നു. ഈ സന്തോഷമാണ് യേശുവിനെ സകല കഷ്ടങ്ങളും സഹിക്കാൻ പ്രേരിപ്പിച്ചതും. ഈ ഈ സന്തോഷത്തിലാണ് യേശു തൻ്റെ കഷ്ടതകളെല്ലാം ആശ്വസിച്ചതും. എന്നാൽ ഇങ്ങനെ തൻ്റെ ജീവിതം മുഴുവനും കഷ്ടത്തിലായിരിക്കുമ്പോഴും പ്രയാസത്തിലായിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ വചനം പറയുന്നത് എപ്പോഴും സന്തോഷിക്കണം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് അതാണ്. നിങ്ങൾക്ക് ശക്തിയുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് അതാണ്. ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് അതാണ്. അതുകൊണ്ട് എപ്പോഴും സന്തോഷിച്ചേ പറ്റൂ. ഇങ്ങനെ എപ്പോഴും സന്തോഷിക്കാൻ കഴിവ് നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം ദൈവം തരും. ഈ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം അത് ഏറ്റവും വലുതാണ്. എന്നാൽ സ്ഥിരമായ സന്തോഷം, രക്ഷയുടെ സന്തോഷം സ്ഥിരമാകണമെങ്കിൽ അവൻ വളർച്ച പ്രാപിക്കണം. എങ്ങനെ വളർച്ച പ്രാപിക്കണം? അതാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. ഒരു മനുഷ്യന് എപ്പോഴും സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ സൗമ്യനായിരിക്കണം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. അതായത് ഒരു മനുഷ്യൻ സൗമ്യനാകണം. ആ സൗമ്യത അവനുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ്റെ ലക്ഷണമാണ് അവനെപ്പോഴും സന്തോഷിക്കാൻ കഴിയും. അപ്പോൾ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ അവൻ ഉടനെ തന്നെ സൗമ്യനാകണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ അവൻ സൗമ്യനായി തീരണമെങ്കിൽ അവനൊരു പഠനം ആവശ്യമാണ്. ആ പഠനത്തെക്കുറിച്ചാണ് മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ.
എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്താം. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകും. യേശുവിൻ്റെ സ്വഭാവമാണ് സൗമ്യതയും താഴ്മയും. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ ഒട്ടുമിക്ക മനുഷ്യർക്കും ഉണ്ടാവുകയില്ല. ഒട്ടുമിക്ക മനുഷ്യർക്കും എന്നല്ല, ലോകത്ത് വിളിക്കുന്ന ആർക്കും ഉണ്ടാകുവാൻ സാധ്യമാകുകയില്ല. അങ്ങനെ സൗമ്യതയില്ലാതെയും താഴ്മയില്ലാതെയും ജീവിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം താഴ്മയിലേക്കും സൗമ്യതയിലേക്കും നടത്തണം. എന്തിനു വേണ്ടിയിട്ടാ? സെഫന്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ്, ദൈവത്തിന്റെ ന്യായം പ്രവർത്തിക്കുന്ന ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ, സൗമ്യത പ്രാപിച്ചാലേ ദൈവത്തിന്റെ ന്യായം പ്രവർത്തിക്കാൻ കഴിയും. ഒരു സൗമ്യന് മാത്രമേ തൻ്റെ ഇഷ്ടം വെടിഞ്ഞതിന് ശേഷം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ സാധിക്കൂ. തനിക്ക് പല ന്യായങ്ങളുമുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ന്യായം എന്തോ അതിന് കീഴ്പ്പെടണമെങ്കിൽ അത് സൗമ്യന് സാധിക്കൂ. ഈ സൗമ്യനാണ് യേശു. അവന്റെ സൗമ്യത നമ്മെ വലിയവനാക്കിയിരിക്കുന്നു. ഒരാൾക്ക് സൗമ്യതയില്ല എങ്കിൽ അവന് ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാൻ സാധിക്കില്ല. ഈ വിശ്വാസ ജീവിതം പൂർത്തിയാക്കാനും സാധിക്കില്ല. അതുകൊണ്ട് അവൻ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കർത്താവ് അവനെ സൗമ്യത പഠിപ്പിക്കുകയാണ്. അതിനുവേണ്ടി ചെയ്യുന്നതാണ് എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. അതായത് യേശുവിൻ്റെ നുകം ഏറ്റുകൊണ്ട് യേശുവിനോട് പഠിക്കണം. എന്ത് പഠിക്കണം? ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. യേശുവിൻ്റെ നുകം ഏറ്റ് മുമ്പോട്ടുള്ള ജീവിതത്തിൽ യേശുവിൽ നിന്ന് പഠിക്കുമ്പോൾ ഒരു സമയം കഴിയുമ്പോഴേക്കും, ഒരു സമയമാകുമ്പോഴേക്കും ഇവൻ സൗമ്യതയും താഴ്മയുള്ളവനായി തീരും. അങ്ങനെ വന്നാൽ മാത്രമേ അവനെക്കൊണ്ട് ദൈവത്തിന് പ്രയോജനം ലഭിക്കുകയുള്ളൂ. 40-ാമത്തെ വയസ്സിൽ മോശ ദൈവത്താൽ വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രേരണയുണ്ടായി ഇതിലേക്ക് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി തിരിഞ്ഞവനാ. അവൻ ഇറങ്ങി വരുമ്പോൾ ഒരു മിസ്രൈമിനും ഒരു ഇസ്രായേലിനും തമ്മിൽ തർക്കിച്ചു വാദിക്കുന്നു, വഴക്കുണ്ടാകും. ഉടനെ തന്നെ തൻ്റെ കായിക ശക്തിയാൽ ആ മിസ്രൈമിനെ അടിച്ചു കൊന്ന് അവിടെ മറവ് ചെയ്തു. അവനെ കൊന്നുകളഞ്ഞു. അതായിരുന്നു അവൻ്റെ അപ്പോൾ അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കണം. അത് ഞാൻ മുഖാന്തരമായിരിക്കണം. കാരണം ഞാൻ രാജപദവിയിൽ ഇരിക്കുന്ന ഒരാളാണ്, രാജകുമാരൻ എന്നുള്ള പദവിയിൽ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ തന്നെ കൊണ്ട് അത് സാധിക്കും എന്നുള്ളത് മോശ ചിന്തിച്ചിരുന്നൊരു കാര്യമാണ്. അത് മാത്രമല്ല, ഞാൻ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ഇസ്രായേലരൊക്കെയും കാണും. അപ്പോൾ ഇവനാണ് ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവരെന്ന് അവർ വിചാരിക്കും. അവരെല്ലാവരും മോശയുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചു. സംഭവം അങ്ങനെയൊന്നും നടന്നില്ല. മാത്രമല്ല, സഹോദരന്മാർ തനിക്കെതിരെ തിരിഞ്ഞപ്പോൾ കൊട്ടാരം വിട്ട് ഓടി. ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. 1-2 വർഷമല്ല, 40 വയസ്സായ മോശ വീണ്ടും 40 വർഷം, ഏകദേശം 80 വയസ്സാകുന്നതുവരെയും മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കുന്ന, അമ്മായിയപ്പൻ്റെ ആടുകളെ മേയ്ക്കുന്ന തൊഴിലിൽ ജീവിക്കാനിടയായി തീർന്നു. 40 വർഷം കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചു വന്നപ്പോൾ ആടുകളെ മേയിച്ചുകൊണ്ട് ഹോരേബ് പർവ്വതത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവിടെ ദൈവം പ്രത്യക്ഷമായി. ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കാൻ പോയപ്പോൾ മോശ പറഞ്ഞു, അയ്യോ, അതിനുള്ള കെൽപ്പൊന്നും എനിക്കില്ല. ഫറവോൻ്റെ അടുക്കൽ ഇതിന് പോയി നിൽക്കാനും ജനത്തെ വിടുവിച്ചുകൊണ്ട് വരാനുള്ള കെൽപ്പൊന്നും എനിക്കില്ല. നിനക്ക് ബോധിച്ച് വേറൊരാളെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. ദൈവം നിർബന്ധിച്ചു. ദൈവം അവനെ തന്നെ ശുശ്രൂഷയ്ക്കാക്കി. തുടർന്ന് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരിലും സൗമ്യനായിരുന്നു മോശ. അപ്പോൾ 40 വർഷം കൊണ്ട് സാധിച്ചത് എന്താണെന്ന് മനസ്സിലായി. ഒരടിക്ക് ഒരു മിസ്രൈമിനെ അടിച്ച് കൊന്നു മറവ് ചെയ്ത്, എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ അടുത്ത ദിവസവും അവിടെ ഇറങ്ങി വന്നവൻ ആരാന്ന് ചിന്തിക്കണം. അവനെ 40 വർഷം കൊണ്ട് ദൈവം സൗമ്യതയുള്ളവനാക്കി തീർത്തു. ഇതാണ് കർത്താവിൻ്റെ നുകമേറ്റാലുള്ള പ്രയോജനം. സൗമ്യതയും താഴ്മയും, അത് രണ്ടും പഠിക്കും. അങ്ങനെ 80-ാമത്തെ വയസ്സിൽ വന്നു, ശുശ്രൂഷ തുടങ്ങി. അങ്ങനെ വീണ്ടും 40 വർഷം കർത്താവിൻ്റെ ജനത്തെ മേയിച്ചു. ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്ത് എത്തിക്കുന്ന ആ ശുശ്രൂഷയിൽ ദൈവം ഉപയോഗിച്ചൊരു പാത്രമായി പരിണമിപ്പിക്കാനിടയായി തീർന്നു. എന്നാൽ ഇന്ന്
നാം ഇവിടെ സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശു, ഈ യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശെ സൗമ്യനായതുപോലെയല്ല. പിന്നെയോ സകല മനുഷ്യരിലും ഇന്നുവരെയും ഉണ്ടായിട്ടുള്ള ജീവിച്ചിട്ടുള്ള സകല മനുഷ്യരിലും സൗമ്യനാണ്. അവന്റെ സൗമ്യതയാണ് നമ്മെ വലിയവരാക്കിയത്. അവന്റെ സൗമ്യതയാണ് അവന്റെ സൗമ്യതയാണ് അവൻ ദൈവിക ന്യായം ചെയ്യാനിടയായി തീർന്നത്. ക്രൂശീകരണത്തിനുള്ള സമയം വന്നപ്പോഴേക്കും താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടങ്ങളെ മുന്നറിഞ്ഞ് യേശു പ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീക്കണമേ. ഉടനെ തന്നെ പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല പിതാവേ നിന്റെ ഇഷ്ടം നടക്കട്ടെ. അവിടെ രണ്ട് ഇഷ്ടമുണ്ട്, രണ്ട് ന്യായമുണ്ട്. തനിക്ക് ആ അതിവേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ, അത് ഒഴിവാക്കി കിട്ടാൻ ആഗ്രഹിക്കുന്ന മാനുഷികമായ ഒരു ഹൃദയം യേശുവിനുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ന്യായം മറ്റൊന്നാണ്. അപ്പോൾ തൻ്റെ ജീവിതം മരണപ്പെട്ടാലും ദൈവത്തിന് ഇഷ്ടം ചെയ്താൽ മതിയെന്ന് അവൻ തീരുമാനിക്കണമെങ്കിൽ അവൻ ആരായിരിക്കണം? സൗമ്യനായിരിക്കണം. സൗമ്യന് മാത്രം സാധിക്കുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ ന്യായം പ്രവർത്തിക്കുന്നത്. സെഫന്യാവിൻ്റെ പുസ്തകത്തിൽ ആ വാക്ക് എഴുതിയിരിക്കുന്നത് ഏറ്റവും അർത്ഥവത്താണ്. അപ്പോൾ അവിടെ ന്യായം പ്രവർത്തിക്കുന്നതായി ഭൂമിയിലെ സകല സൗമ്യന്മാരും. ഇതുപോലെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അങ്ങനെ സൗമ്യനായി 80 വയസ്സ് കഴിഞ്ഞ് മോശ ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇനി അവന് ഭാവവ്യത്യാസമില്ല. ഇനി അവന് അങ്ങനെ ദൈവിക കാര്യങ്ങളെ വിട്ട് സ്വന്തമായിട്ട് സ്വകാര്യമായിട്ട് ദുഃഖിക്കുകയോ സ്വന്തമായിട്ട് ന്യായം ചെയ്യുകയോ ചെയ്യുന്ന യാതൊരു ലക്ഷ്യവും മോശയ്ക്കില്ല. ഇനി അവനെ എപ്പോഴും സന്തോഷിപ്പാൻ കഴിയും. യേശുവിൻ്റെ മാനസികാവസ്ഥ എന്തോ അത് തന്നെ അവനും ആയിരിക്കാൻ കഴിയും. ഇനി ജീവിക്കുന്നത് തനിക്ക് വേണ്ടിയിട്ടല്ല, തൻ്റെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടല്ല, പിന്നെയോ തന്നെ വിളിച്ചവനും തന്നെ സൗമ്യതയും താഴ്മയും പഠിപ്പിച്ചവനും വേണ്ടി ജീവിക്കാൻ തക്കവണ്ണം അവനെ ദൈവം പ്രാപ്തനാക്കിയിരിക്കുന്നു. ഈ ഘട്ടമാണ് ഒരു മനുഷ്യന് എപ്പോഴും സന്തോഷിപ്പാൻ കഴിയുന്നത്. വിശ്വാസത്തിൽ വന്നതിന് ശേഷം സമയമാകുമ്പോൾ പിതാവ് നിശ്ചയിച്ച അവധിയോളം ഗ്രഹവിചാരന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണമെന്ന് ഗലാത്യ ലേഖനം 4 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിൽ വന്ന ഒരു മനുഷ്യൻ സാഹചര്യങ്ങൾക്ക്, ദൈവം വെച്ചിരിക്കുന്ന സാഹചര്യങ്ങൾക്ക് കീഴ്പ്പെട്ടനുസരിച്ച് അവൻ സൗമ്യനും താഴ്മയുള്ളവനുമായി ആത്മീയ വളർച്ച പ്രാപിച്ച് നിലനിൽക്കുന്ന ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം ദൈവിക ശുശ്രൂഷയ്ക്ക് ദൈവം നിയമിക്കുന്ന ഒരു സമയം വരെയും അവനെ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തി അവൻ സൗമ്യതയുള്ളവനായി തീർന്നുവെങ്കിൽ, താഴ്മയുള്ളവനായി തീർന്നുവെങ്കിൽ ദൈവം അവനെ ശുശ്രൂഷ ഏൽപ്പിക്കും. ആ ശുശ്രൂഷയുമായിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ അവനെ കർത്താവ് അയക്കുകയാണ്. അവന് മാത്രമേ സന്തോഷം എപ്പോഴും നിലനിർത്താൻ കഴിയുള്ളൂ. ഇതിൽ പരാജയപ്പെട്ടു പോയാൽ, നുകം വെച്ച് കർത്താവ് സൗമ്യതയും താഴ്മയും പഠിപ്പിക്കുമ്പോൾ അതിൽ പരാജയപ്പെട്ടു പോയാൽ അവൻ്റെ വളർച്ച നിന്നു എന്നർത്ഥം. കാരണം അവൻ സൗമ്യതയും താഴ്മയുള്ളവനായി തീരുന്നില്ല. അതിൻ്റെ അർത്ഥം അവൻ ദൈവത്തിൻ്റെ ന്യായം പ്രവർത്തിപ്പാൻ അവനെക്കൊണ്ട് സാധിക്കില്ല. അവനെ ദൈവം ആ ശുശ്രൂഷയിലേക്ക് നടത്തില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുന്നത്, ഫിലിപ്പിയ സഭയോട് കർത്താവിൻ്റെ ദാസൻ പറയുകയാണ്, എപ്പോഴും സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ. നിങ്ങളുടെ സൗമ്യത എല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞാൽ, ഒരാൾ സദാസമയം എപ്പോഴും എല്ലാ കാര്യത്തിലും സന്തോഷിപ്പാൻ കഴിയുന്നുവെങ്കിൽ ഒരാൾക്ക് ജീവിതത്തിൽ പരാജയം പറ്റി, വീട്ടിൽ മരണം നടന്നു, നഷ്ടം വന്നു, കഷ്ടം വന്നു, ദോഷം വന്നു, നിന്ന വന്നു, പീഡ വന്നു, ഇതെല്ലാം വരുമ്പോഴും അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ 2 കൊരിന്ത്യർ ലേഖനം 6 അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. സൗമ്യന്മാർക്ക് മാത്രം സാധിക്കുന്ന കാര്യമായി പറയുന്നത്. ദുഃഖിക്കുന്നവരായിട്ട് എന്നിട്ടും ദുഃഖമാണ് എപ്പോഴും. വാക്യം ഓർത്തു കൊള്ളണം. ദുഃഖിക്കുന്നവരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. അവർക്കത് വിഷയമല്ല.
തങ്ങളുടെ ജീവിതമല്ല വിഷയം. അവർക്ക് മാത്രം സാധിക്കണം. ആ വാക്യം നമ്മൾ ഓർത്തുകൊള്ളണം. ഒരു മനുഷ്യന് ദൈവം വിളിച്ചാൽ, അവനെ വളർത്തിക്കൊണ്ട് വന്നാൽ, ആ വളർച്ചയിൽ ക്രിസ്തുവിന്റെ സ്വഭാവം നുകം വെച്ച് പഠിപ്പിക്കും. അങ്ങനെ പഠിച്ച് അവൻ സൗമ്യതയും താഴ്മയുള്ളവനായി എന്ന് ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടാൽ, പിന്നെ ദൈവത്തിന്റെ ന്യായമാണ് അവന് വിഷയം. മനുഷ്യന്റെ ന്യായമല്ല. ദൈവത്തിന് ഇഷ്ടം, ദൈവ ഇഷ്ടം. ഇങ്ങനെയുള്ളവന് എപ്പോഴും സന്തോഷിപ്പാൻ കഴിയും. അവന് പിന്നെ അവന്റെ ജീവിത സാഹചര്യം അവന്റെ സ്വഭാവത്തെയോ സന്തോഷത്തെയോ ബാധിക്കുന്നില്ല. അവന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ജനത്തിന് സന്തോഷം നിലനിൽക്കണമോ? ഏത് കാലഘട്ടത്തിലും, ഏത് അനുഭവത്തിലും, ഏത് പ്രതിസന്ധിയിലും, ഏത് കഷ്ടത്തിലും സന്തോഷിക്കാൻ കഴിയണമോ? അത് വേണമെങ്കിൽ അവൻ സൗമ്യനായി തീരണം, താഴ്മയുള്ളവനായി തീരണം. അങ്ങനെ താഴ്മയും സൗമ്യമുള്ളവനായി തീരണമെങ്കിൽ കർത്താവ് വയ്ക്കുന്ന നുകം ഏറ്റ് കർത്താവിനോട് പഠിക്കണം. അങ്ങനെ നുകം ഏറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്താം, പ്രാണന് ആശ്വാസം വരും. യേശുവിന്റെ നുഖമേറ്റ് യേശുവിൽ നിന്ന് സൗമ്യതയും താഴ്മയും പഠിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രാണന് ആശ്വാസം വരും. അതിൽ നിന്ന് സന്തോഷം ഉദിക്കും. ആ സന്തോഷം ഒരിക്കലും കെട്ടുപോകുകയില്ല. സാഹചര്യങ്ങൾ ആ സന്തോഷത്തെ കെടുത്തുവാനോ ഇല്ലാതാക്കാനോ സാധിക്കുകയില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.